കിരണ്ടെ കല്യാണിടി ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ കഥയില് ജയിലിലേക്ക് വന്ന പ്രകാശനോട് സഹപ്രവർത്തകർ പറഞ്ഞു, നീ ചെയ്തൊരു നല്ല കാര്യം പ്രകാശ, അവനെ പണ്ടേ തീർക്കേണ്ടതായിരുന്നു പറഞ്ഞു. അവൻ അത്രയ്ക്കൊരു ദുഷ്ടനായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ പ്രകാശൻ പറഞ്ഞു, അത് ശരിയാ, എന്റെ പെൺമക്കളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവനെ ഞാൻ അങ്ങോട്ട് തീർത്ത് കളഞ്ഞു. ഇനി എന്റെ പെൺമക്കൾക്ക് ശത്രുക്കൾ ആരുമില്ല, സ്വസ്ഥതയെ സമാധാനത്തോടെ കഴിയാം. ഒന്നാം തരം ശത്രുവായിരുന്നു ഗംഗാപ്രസാദ്. അവന്റെ കഥ ഈ നിൽക്കുന്ന മനോഹർ തീർത്തു. പിന്നെ ബഗാസുരൻ തീർന്നു. ഒടുവില് സ്റ്റെഫിയും ഇപ്പോഴെന്റെ മകൻ വിക്രോ അവനും തീർന്നു. ഇനി ശത്രുക്കളൊന്നും ഇല്ലാതെ അവർക്ക് സമാധാനത്തോടെ കഴിയാലോ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ജയിൽ വാർഡൻ പറഞ്ഞു, ഒരു നല്ല കാര്യം തന്നെയാണ് നീ ചെയ്തേ, പക്ഷെ നിന്നെക്കുറിച്ചുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ ഞങ്ങള് പത്രത്തിനകത്തും ടി വിക്കകത്തും വായിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നീ തന്നെയാ നിന്റെ മകനെ ഇങ്ങനെയാക്കി മാറ്റിയെന്ന് പറഞ്ഞു. അത് സാറേ, ഞാൻ തന്നെ എന്റെ മകനെ ഇങ്ങനെയാക്കി മാറ്റിയത്, അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടിയത്. ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ സമാധാനമുണ്ട്. എന്താണെന്നറിയോ, ഞാൻ മരിക്കുന്ന സമയത്ത് എനിക്ക് കർമ്മങ്ങൾ ചെയ്യാനായിട്ട് എൻ്റെ പെൺമക്കൾ ഉണ്ടായിരിക്കുമെന്ന് ആ ഒരു ആത്മവിശ്വാസം എനിക്കുണ്ടെന്ന് പറഞ്ഞു. ബാബ ഇനി ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശനം കൂട്ടിക്കൊണ്ട് സെല്ലിനകത്തേക്ക് കയറി പോവാണ് വാർഡന്. മനോഹർ കുറച്ച് സമയം ആ കാഴ്ച നോക്കി നിൽക്കുകയാണ്. മനോഹറിന് മനസ്സിലായി അത്ര സഹിയേട്ടപ്പോഴാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നുള്ള കാര്യം. ഈ സമയത്ത് വല്ലാത്തൊരു ടെൻഷനോടുകൂടി ഭാനുമതി അമ്മ കാർത്തിയോടും കല്യാണിയും ഒക്കെ ചോദിച്ചു, മോളെ പ്രകാശന് ജാമ്യം കിട്ടുമോ, അവൻ പുറത്തിറങ്ങുമെന്നൊക്കെ ചോദിക്കുകയാണ്. നോക്കാം, അച്ഛമ്മ ധൈര്യമായിട്ടിരിക്കുക. എന്നാലും എനിക്ക് ആകെപ്പാടി ഒരു ടെൻഷനുണ്ട്. അവൻ മരിക്കേണ്ടവനാ, ആ വിക്രം അവൻ എപ്പോഴാണല്ലോ മരിക്കേണ്ടവനാ. പക്ഷെ എന്റെ പ്രകാശിന്റെ കാര്യം ഓർക്കുമ്പോഴാ എനിക്ക് സങ്കടം. ഈ സമയത്ത് കല്യാണി പറഞ്ഞു, അമ്മൂമ്മ വന്ന് എന്തെങ്കിലും ഇത്തിരി കഴിക്കാൻ പറഞ്ഞു. വേണ്ട മോളെ, എനിക്കിപ്പോ ഒന്നും കഴിക്കാൻ തോന്നില്ല. ഇനി കോടതിയിലേക്ക് പോയിട്ട് തിരിച്ചു വരട്ടെ, എങ്കിൽ മാത്രം എനിക്കൊരു സമാധാനം ആവത്തുള്ളൂ എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാല് ഈ വിക്രം എന്ന് പറയുന്നവന് എത്ര നല്ല സന്തോഷമായിട്ട് കഴിയായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. സോണി മോളെ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നല്ല സന്തോഷമായിട്ട് അവളോടൊപ്പം ഒരു ജീവിതം ഉണ്ടായിരുന്നു. പക്ഷെ അവനായിട്ടാ അത് തല്ലിക്കെടുത്തിയത്. ഒടുവിൽ എന്തായി? അവന്റെ ജീവിതം തന്നെ ഇല്ലാതായി പോയില്ലേ. എല്ലാം അവൻ ഒറ്റൊരുത്തനാ കാരണം. ശരിക്കും പറഞ്ഞാല് അതിനൊക്കെ വളം വെച്ച് കൊടുത്ത് ഞാനും പ്രകാശനും കൂടെ ചേർന്നിട്ടായിരുന്നു. ഒരു പക്ഷെ സോണിമോളുമായിട്ടുള്ള ജീവിതം അവനുണ്ടായിരുന്നെങ്കിൽ അവൻ ചിലപ്പോൾ നേരെ ആകത്തില്ലായിരുന്നു. അവനും അല്ല ഞാനും മോളുടെ അച്ഛനും ഒന്നും നേരെ ആകത്തില്ലായിരുന്നു. ഞങ്ങള് പഴയ സ്വഭാവത്തിൽ തന്നെ ആയിരിക്കും. എല്ലാം നല്ലതിനും വേണ്ടെന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞു. അപ്പോഴാണ് കിരണിന്റെ കാറും കൊണ്ട് വരുന്നത്. എതി അവരെത്തിയില്ലോ എന്ന് പറഞ്ഞു കാദംബരി. കിരൺ രതീഷും കൂടെ കാറിൽ നിന്ന് ഇറങ്ങി വന്നു. ആ സമയത്ത് ബാക്കി എല്ലാവരും നോക്കുവാണ് പ്രകാശൻ ഇറങ്ങുന്നുണ്ടോന്ന്. പ്രകാശനെ കാണാതെ വന്ന് കഴിഞ്ഞപ്പോൾ കല്യാണി വെച്ചു, കിരണേട്ട അച്ഛൻ എന്ത് ചെയ്യുന്നു ചോദിച്ചു. അത് പിന്നെ അങ്ങളുടെ ജാമ്യം കിട്ടിയില്ല എന്ന് പറഞ്ഞു. ജാമ്യം കിട്ടിയില്ലേ? ഇല്ല. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് രതീഷ് പറഞ്ഞു, അച്ഛൻ കോടതിയെ വിളിച്ചു പറഞ്ഞു ഞാൻ അവനെ തീർത്തെന്നുള്ള കാര്യങ്ങളൊക്കെ. അത് കേട്ട് കഴിഞ്ഞപ്പം കോടതി ജാമ്യം കൊടുത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ അച്ഛൻ നടന്ന കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛൻ കള്ളത്തരമൊന്നും പറയാനായിട്ട് പോയില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടതും കിരൺ പറഞ്ഞു, അത് ശരിയാ, അച്ഛന് വേണേ കുറ്റം നിഷേധിക്കായിരുന്നു, അച്ഛൻ അത് ചെയ്തില്ല. അച്ഛൻ ആ തെറ്റ് ചെയ്തെന്നുള്ള കാര്യം കോടതിയിൽ വിളിച്ചു പറയുക തന്നെ ചെയ്തു. അതുകൊണ്ട് കോടതി 14 ദിവസത്തേന് റിമാൻഡ് ചെയ്തിരിക്കുക. സാരമില്ല, നവീൻ ഉറപ്പ് വന്നിട്ടുണ്ട് 14 ദിവസം കഴിയുമ്പോൾ അച്ഛനെ പുറത്തിറക്കാന്ന്. അത് മതി, ആ ഒരു ധൈര്യം മതി. അച്ഛൻ എന്താളും ഉറപ്പായിട്ട് 14 ദിവസം കഴിയുമ്പോൾ പുറത്തിറങ്ങും. ആ ഒരു ധൈര്യത്തിൽ നമുക്ക് ഇരിക്കാന്നൊക്കെ ഇങ്ങനെ പറയാണ്. അതെല്ലാം കേട്ട് ഞാൻ ഭാനുമതി അമ്മയ്ക്ക് ഭയങ്കര വിഷമമായി. ഭാനുമതി അമ്മ പറഞ്ഞു, മക്കളെ നിങ്ങൾ ഇടയ്ക്ക് ജയിലിൽ പോയി അവനെ കാണാൻ പോകുന്ന സമയത്ത് എന്നെയും കൂടെ വിളിക്കണം, എൻ്റെ മോനെ എനിക്കും കാണണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അതിനെന്താ അമ്മൂമ്മ ഞങ്ങൾ വിളിക്കില്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും രതീഷ് പറഞ്ഞു, അമ്മൂമ്മയും കൊണ്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ, അമ്മമ്മയ്ക്ക് കാണാൻ ആഗ്രഹമുണ്ടെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു, പിന്നെ ഒരു കാര്യം കൂടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ വിക്രത്തിന് വേണ്ടിയിട്ട് കർമ്മങ്ങളൊന്നും ചെയ്യണ്ടാന്ന്. അവന് കർമ്മങ്ങളുടെ ഒന്നും ആവശ്യമില്ലെന്നാ പറഞ്ഞേ. അവന്റെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ പോലും ബലിയിടാൻ വരാത്തവന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യണ്ടെന്ന്. കല്യാണി പറഞ്ഞു, കർമ്മങ്ങൾ ചെയ്യാതിരുന്ന എങ്ങനെയാ കിരണട്ടാ ശരിയാന്നേ? അല്ല, അവന്റെ ബോഡി മോർച്ചറിയിലല്ലേ. ഈ പറയുന്ന ബേഗാസുന്റെ ബോഡി ഇതുപോലെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് പറമ്പിലടക്കാൻ ഞാൻ സമ്മതിച്ചില്ല, പൊതു ശ്മശാനത്തിൽ കൊണ്ട് കത്തിക്കുകയോ ചെയ്തേ. അതുപോലെ തന്നെ ഇവന്റെ ബോഡി അങ്ങനെ ചെയ്താൽ മതി. ഭാനുമതിയമ്മ എന്ന് കരയുവാണ്. ഇവന് ഇവിടെ ഒന്നും അടക്കണ്ട, ഗതി കിട്ടാതെ അവന്റെ ആത്മാവ് ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് അവൻ എന്താണെങ്കിലും നമുക്ക് എന്തെങ്കിലും പൂജകളൊക്കെ നടത്തണം. അങ്ങനെ അവനെ അലയാൻ സമ്മതിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. ഭാനുമതിയമ്മ പറഞ്ഞു, നിങ്ങളുടെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അതങ്ങ് നടക്കട്ടെ എന്നൊക്കെ ഭാനുമതിയമ്മ പറയുവാണ്. ഇതേ സമയം സരിയു ശാരീനെ കാണാനായിട്ട് അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ശാരി ചോദിച്ചു, മോൾ അറിഞ്ഞായിരുന്നോ? മോൾ ഹോസ്പിറ്റലിൽ പോയിട്ടാണോ വരുന്നതെന്ന് ചോദിച്ചു. ഇല്ല. അല്ല, രൂപ ലോ പ്രഷർ ആയിട്ട് ഹോസ്പിറ്റലാ. എന്നിട്ട് ആന്റിക്ക് എങ്ങനെയുണ്ട്? ഇപ്പൊ ICUലാന്ന് മറ്റുമെന്നൊക്കെ സേരൻ പറയുന്നു കേട്ടു. എന്താ എങ്ങനെയാന്നും അറിയില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പം സരി പറഞ്ഞു, അവര് ഹോസ്പിറ്റലിൽ നിന്ന് വരട്ടെ എന്നൊക്കെ പറഞ്ഞു. അല്ല എന്നാലും മോളെ
ആ ആ പ്രകാശന് ഇത് എങ്ങനെ ചെയ്യാൻ തോന്നി വിക്രത്തിനെ ഇല്ലാതാക്കാനായിട്ട്? ഓ, കുറച്ച് അത്ഭുതം തന്നെ, ഞാനത് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ സരയു പറഞ്ഞു, ഉം പ്രകാശം വിക്രത്തിനെ തീർത്ത് കളഞ്ഞു, അച്ഛൻ മോനെ തീർത്ത് കളഞ്ഞു. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച കാര്യം നടപ്പാക്കിയിട്ട് അവൻ മരിച്ചാലും എനിക്ക് പ്രശ്നമില്ലായിരുന്നു പറഞ്ഞു. മോൾ ഉദ്ദേശിച്ച കാര്യം അതെന്ത് കാര്യം? ഞാൻ അവനെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, ആ കല്യാണി ഇല്ലാതാക്കാനായിട്ട്. എന്റെ അച്ഛൻ എന്ത് ദൗത്യമായിട്ടാണോ ഇറങ്ങിത്തിരിച്ച് അതേ ദൗത്യമായിട്ടാണ് അവനും ഇറങ്ങിത്തിരിച്ച്. പക്ഷേങ്കിൽ അതിനു മുമ്പ് പ്രകാശം വിക്രത്തെ ഇല്ലാതാക്കിയെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ആകെപ്പാട് ടെൻഷനായിപ്പോയി ശാരിക്ക്. ശാരി ചോദിച്ചു, മോൾ എന്തൊക്കെയാ പറയണ? കല്യാണി ഇല്ലാതാക്കാനായിട്ടോ? ഇനി അങ്ങനത്തെ കാര്യം വേണോ മോളെ? മോൾക്കറിയാലോ കുറെ തെറ്റുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പം നമ്മളിവിടെ എത്തി നിൽക്കുന്നേ. ഇനി അങ്ങനൊരു തെറ്റിലേക്ക് ചെന്ന് ചാടണോന്ന് ചോദിച്ചു. ഉം അതെന്ത് വേണമെന്ന് എനിക്കറിയാം. എനിക്ക് കിരണിനെ സ്വന്തമാക്കിയേ മതിയാവുള്ളൂ. കിരൺ എൻ്റെ ജീവിതത്തിലേക്ക് വരണം. അതിൻ്റെ തടസ്സമാണ് കല്യാണി. മുമ്പ് ഞാൻ സ്നേഹിച്ചിരുന്ന കിരണിനെയാണ്. പക്ഷെ അന്ന് എനിക്ക് കിരണിനെ കിട്ടിയില്ല. പക്ഷെ ഇന്ന് എനിക്ക് വേണം. എൻ്റെ പെറ്റമ്മയോട് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് കല്യാണിയോട് ഇത് സ്നേഹം കൂടുതല. പക്ഷേങ്കിൽ എൻ്റെ വളർത്തമ്മേ നിങ്ങൾ. പക്ഷെ നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞിട്ടോ മറ്റാരും ഉള്ളൂ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ മനസ്സിലുള്ള ഈ കാര്യങ്ങളൊക്കെ പുറത്താരെങ്കിലോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ. അത് കേട്ടപ്പോൾ ശാരി പറഞ്ഞു, ഞാൻ ഒരിക്കലും പറയില്ല മോളെ, എനിക്ക് എൻ്റെ മോളാണ് എല്ലാത്തിനേക്കാളും വലുതെന്ന് പറഞ്ഞു. അതങ്ങനെ തന്നെ വേണം. പിന്നെ ഈ പറയുന്ന കല്യാണി ഇല്ലാതാക്കാനായിട്ട് എന്നെക്കൊണ്ട് സാധിക്കും. ഞാൻ അതിന് തീരുമാനിച്ചു കഴിഞ്ഞെന്ന് പറഞ്ഞു. അയ്യോ മോളെ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലോ അവളെ ഇല്ലാതാക്കിയത് ഞാനാന്ന് ആരും അറിയാൻ പോകുന്നില്ല. പിന്നെ അവനുമായിട്ടൊരു ജീവിതം, അതാ എൻ്റെ ആഗ്രഹം. അല്ല മോളെ, അവളെ തീർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വേറെ വിവാഹം കഴിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവൻ കല്യാണം ഒന്നും കഴിക്കില്ല എന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം. അവൻ്റെ ഒരു കുഞ്ഞുണ്ടല്ലോ, എനിക്കൊരു മോളുമുണ്ട്. അതിന് അച്ഛനും അമ്മയൊക്കെ വേണ്ടേ? അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒന്നിക്കുന്നത് നല്ലതെന്ന് അവന് പിന്നീട് തോന്നുന്നു പറഞ്ഞു. അമ്മ കാത്തിരുന്നു. എന്താണെങ്കിലും നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അതായിരിക്കും എന്ന് പറഞ്ഞു. ശാരി പറഞ്ഞു, സൂക്ഷിച്ചും കണ്ടും വേണം മോളെ. എനിക്ക് നല്ല ടെൻഷനുണ്ട്, എന്തോ വല്ലാത്തൊരു ഭയമുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല. പിന്നെ ഈ കല്യാണി എന്ന് പറയുന്നവളുടെ കാര്യം അറിയാലോ. എത്രയോ വട്ടം അവളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ അവൾ ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടല്ലേ ഉള്ളൂ. ഒരു തവണയെങ്കിലും അവൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ അവളുടെ ജാതകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ജാതകമാണ്. അതുകൊണ്ടാണ് അവൾക്കൊരു ആപത്തും ഇതിനായിട്ടും പറ്റാത്തെ. അല്ലായിരുന്നെങ്കിലോ പണ്ടേ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായാലും. അവളെല്ലാ ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുമല്ലേ? അത് അവളുടെ ജാതകത്തിന് ഗുണം കൊണ്ട് മാത്രമാണ്. ഇനി അവളെ ഇല്ലാതാക്കാൻ പുറപ്പെടുന്നതിന് മുമ്പ് മോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആലോചിച്ചിട്ടോ പുറപ്പെടാവുള്ളൂ എന്നൊക്കെ ശാരി ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട് സരയുവിന്. ഈ സമയത്ത് കിരണും കല്യാണിയും കൂടെ രൂപയെ കണ്ടിട്ട് തിരികെ പോകുന്ന സമയത്ത് വല്ലാത്ത വിഷമത്തോട് കൂടിയിട്ട് കല്യാണി പറഞ്ഞു, ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കാരെന്ന് പറഞ്ഞു. അതെങ്ങനെ ശരിയാവും? ഇപ്പൊ നീ ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഈ സമയത്ത് ഹോസ്പിറ്റലിൽ പോയെന്ന് ശരിയാകത്തില്ല. അവിടെ യാമിനി ചേച്ചിയും അച്ഛനും ഒക്കെ ഉണ്ടല്ലോ. പിന്നെ അമ്മ ICUലായതുകൊണ്ട് എപ്പോഴൊന്നും കാണിക്കത്തുമില്ല, എപ്പോഴും എന്താണെന്നും അറിയത്തുമില്ല. അപ്പൊ നീ അവിടെ പോയിരുന്നിട്ടുണ്ടെങ്കിലും അടുത്തു പോകും. ഒരു കാര്യം ചെയ്യും, കുറച്ച് ദിവസം നീ തറവാട്ടി നിൽക്കുക. പിന്നെ മോന്റെ കാര്യം അവിടെ കാദംബരി ചേച്ചി ശാന്തി ചേച്ചിയൊക്കെ ഉണ്ടല്ലോ, അവര് നോക്കിക്കോളൂന്ന് പറഞ്ഞു. എന്നാലും കിരണേട്ട, ഇങ്ങനെയൊക്കെ നമ്മൾ പ്രതീക്ഷയാണെന്ന് ചോദിച്ചു. വരാനുള്ളത് വഴി തങ്ങരുത്തല്ലെന്നല്ലേ പറഞ്ഞേ? നിന്നെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാ നിന്റെ അച്ഛന് ഈ ത്യാഗം ചെയ്തത്. പിന്നെ അമ്മയ്ക്കാണെങ്കിലോ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കാരണം സ്വന്തം മോനെ അച്ഛൻ കൊല്ലുക എന്ന് പറയുമ്പോഴത്തേനും അതൊരിക്കലും ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമൊന്നും അല്ലല്ലോ. അത്രയ്ക്ക് ദുഷ്ടത കാണിച്ചിട്ടുണ്ട് വിക്രം. അതുകൊണ്ട് സഹിയായിട്ടാണ് അച്ഛൻ ആ കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് പറഞ്ഞു. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ കല്യാണി പറഞ്ഞു, പാവം എൻ്റെ അച്ഛൻ എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങിയാൽ മതിയായിരുന്നു. നോക്കാം, അച്ഛന് ഈ റിമാൻഡ് കാലാവധി കഴിഞ്ഞ് കഴിയുമ്പോൾ പുറത്തു കൊണ്ടുവരാന്നൊക്കെയാണ് നവീൻ പറയുന്നത്. പിന്നെ ശിക്ഷ കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാ. പക്ഷെ എന്നാലും ശിക്ഷയെ ചിലപ്പോൾ ഇളവ് കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാന്ന് പറഞ്ഞ് കല്യാണിയെ സമാധാനിപ്പിക്കുകയാണ്. പിന്നീട് സരയുവിനുള്ള ചായയൊക്കെ ആയിട്ട് ശാരി എന്നിട്ട് പറഞ്ഞു, മോളെ കുടിക്കാൻ പറഞ്ഞു. ആ സമയത്ത് സരയു പറഞ്ഞു, എനിക്കങ്ങ് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ലമ്മേ. ആ വിക്രത്തെ അവന്റെ കാര്യം ഓർത്തിട്ട് ആ വിക്രം അവളെ തീർത്തിട്ടായിരുന്നെങ്കിലോ. സാരമില്ല, ഇനിയിപ്പോൾ അതൊന്നും ഓർത്ത് സങ്കടപ്പെട്ടിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞു. അവൾക്ക് കുറെ കാലം കൂടെ ആയുസുണ്ട്, അതാ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്. സാരമില്ല, നമുക്ക് നോക്കാന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് കിരണും കല്യാണിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. ദേ വരുന്നുണ്ട് വിഷജന്തു. അവൾക്കിടെ ആയുസ് എന്ന് പറഞ്ഞ ചില്ലറിയൊന്നും അല്ല. എൻ്റെ മോളെ, നീ ഇങ്ങനത്തെ മുഖം അവളുടെ മുന്നിൽ കാണിക്കില്ലെന്ന് പറഞ്ഞു. എൻ്റെ അമ്മേ, അതൊക്കെ എനിക്കറിയാം. ഞാൻ അവളുടെ മുന്നിൽ തകർത്ത് അഭിനയിക്കുമല്ലേ. പിന്നീട് കിരണും കല്യാണിയും കൂടെ കയറി വന്നു കഴിഞ്ഞപ്പോൾ ശാരി ചോദിച്ചു, എങ്ങനെയുണ്ട് രൂപയ്ക്ക്? ഇപ്പൊ കുറവുണ്ട്, എന്നാലും ICUലാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സരി ചോദിച്ചു, ICUയിൽ നിന്ന് ഇറക്കില്ല ആന്റി? ഇല്ല, ഇതുവരെയായിട്ട് ഇറക്കില്ല. കല്യാണി ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു. കല്യാണി 1-2 ദിവസം ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശാരിയുടെ കണ്ണുകളൊക്കെ ഒന്ന് തിളങ്ങി. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, പിന്നെ ഇനിയിപ്പം
ആ, അച്ഛന് പെട്ടെന്ന് ജാമ്യം കിട്ടുമെന്ന് തോന്നുന്നില്ല. റിമാൻഡ് കാലാവധി കഴിഞ്ഞതിന് ശേഷം നല്ലൊരു വക്കീലിനെ വെച്ച് പുറത്തിറക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോഴേക്ക് ഷാരി പറഞ്ഞു, അല്ലേലും ആ വിക്രം ഒരു ദുഷ്ടനായിരുന്നല്ലോ, അവന്റെ കഥ കഴിഞ്ഞല്ലോ, നല്ല കാര്യം. ഇനിയിപ്പൊ കല്യാണിക്കും കാദംബരിക്കും ഒക്കെ ധൈര്യപൂർവ്വം പുറത്തിറങ്ങി നടക്കാലോ, ശത്രുക്കളുടെ ഒരു ശല്യം ഉണ്ടാകത്തില്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സരി പറഞ്ഞു, ശരിയാ അമ്മ പറഞ്ഞ്, ആ 100% സത്യമായിട്ടുള്ള കാര്യമാണ്. അവൻ പണ്ടേ മരിക്കേണ്ടതാ, കുറച്ചു മുമ്പ് മരിക്കേണ്ടതായിരുന്നു. അവനെപ്പോലെ ദുഷ്ടൻ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പോലുള്ള യോഗ്യത ഇല്ലെന്ന് പറഞ്ഞു. ഈ സമയത്ത് കിരൺ പറഞ്ഞു, 2 ദിവസം ഇവിടെ നിൽക്കട്ടെ എന്ന് കരുതി. അത് കേട്ടപ്പോൾ ഷാരി പറഞ്ഞു, അതിനെന്താ, നല്ല കാര്യമാ. വന്നപ്പോ തൊട്ട് സരിയും മോളെ കുറിച്ചാ പറഞ്ഞോണ്ടിരിക്കുന്ന, കല്യാണി മോളെ കുറിച്ച്. പാതോരാ സംസാരിച്ചോണ്ടിരിക്കുക. അപ്പൊ അവൾക്ക് സന്തോഷമുള്ള കാര്യ. അങ്ങനെയാണെങ്കിൽ അവളും 2 ദിവസം ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. എല്ലാരും കൂടെ സന്തോഷിച്ചിരിക്കുക, കാരണം ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ലോ. ആ ഒരു സന്തോഷത്തിൽ വേണം കഴിയാനായിട്ട്. കല്യാണി മോളുടെ ജാതകത്തെ പറ്റി അവളുടെ സൗഹാർദ്ദത്തെ പറ്റിയൊക്കെ ഇത്ര സമയം സരിവ് പറഞ്ഞുകൊണ്ടിരുന്നേ. അതുകൊണ്ട് ഇനി കുറച്ച് ദിവസം നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കഴിയാന്നൊക്കെ ശാരി പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കിരൺ കല്യാണി എന്ന് നോക്കി. കല്യാണിക്ക് സമ്മതമുള്ള കാര്യം വരുന്നത് ഇവിടെ നിൽക്കാനായിട്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി കഥയുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.